ആശാവർക്കറാണ്. ചേച്ചി ആശാവർക്കർ. അല്ല, ഞാൻ അംഗൻവാടി വർക്ക്. അംഗൻവാടി നമ്മളിവരെ പിന്താങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അംഗൻവാടി വർക്ക് ചെയ്യണതാണ്. ഇവർ ആശാവർക്കറാണ്. എന്താ ചേച്ചി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? നമ്മൾ അംഗൻവാടിക്കാരാണ്. നമുക്കുള്ള വേതനങ്ങളെല്ലാം നമുക്ക് ലഭിക്കണം. കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം. അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടി ടീച്ചറാണ്. ഇത് ആശാവർക്കർമാരുടെ സമരം എന്നാണല്ലോ പറഞ്ഞത്. ആശാവർക്കർമാർ സമരമാണെന്ന് പറഞ്ഞ് നമ്മളെ സ്കിൽ വർക്കേഴ്സ് അല്ലേ നമ്മളെല്ലാവരും. അപ്പം നമ്മളെയും ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അംഗൻവാടിക്കാരാണ്. അംഗൻവാടി ഞങ്ങൾക്ക് മാന്യമായ തൊഴിൽ ശമ്പളം ഞങ്ങൾക്ക് തരണം. അത്രയും ജോലി അംഗൻവാടിക്കാർക്കുണ്ട്. അതിനാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആശാ വർക്കറും നമ്മളും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല സമരം. അതാണ് നമുക്ക് ശമ്പളമൊന്നും നമുക്ക് ഇല്ല. കുറവ് മിച്ച ലീവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അംഗൻവാടിയാണ്. നമുക്ക് ശമ്പളം വർദ്ധിക്കണം. ചേച്ചി നമുക്കിപ്പോൾ ഓണറേറിയമാണ് തരുന്നത്. ആര്? അംഗൻവാടി ജീവനക്കാരാണ്. ആകെ 12,500 രൂപയാണ് ഞങ്ങൾക്ക് ശമ്പളം. ഈ ശമ്പളം കൊണ്ട് ഇന്ന് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ജോലികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൽ ഒരുപാട് ജോലികൾ നമ്മൾ അംഗൻവാടിക്കാർ ചെയ്യുന്നുണ്ട്. ഇത് ആശമാരുടെ സമരമല്ലേ? ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന കുറേ അംഗൻവാടിക്കാരാ. ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നതാ. ഇവരുടെ സമരമാണല്ലോ. അപ്പം നമ്മളും വന്ന് അംഗൻവാടിക്ക് വേണ്ടി തന്നെ നമ്മൾ വിളിച്ചതും അംഗൻവാടി സമരത്തിന് വേണ്ടിയാണ് വിളിച്ചത്. കുറേ പേര് അംഗനവാടിക്കാരും ഉണ്ട്, അംഗൻവാടി ജീവനക്കാരും ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ അംഗൻവാടിക്കാരാണുള്ളത്. അതെ, ഞങ്ങൾ സ്കീം വർക്കേഴ്സിൻ്റെ ഇതിലാണ്. ആശ അംഗൻവാടി പാചക തൊഴിലാളി സ്കീം വർക്കേഴ്സിൻ്റെ കീഴിലാണ് കേന്ദ്ര സർക്കാരിൽ ഞങ്ങളെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും ഇന്ന് സ്കീം വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആശാ വർക്കർമാരും സഹായിക്കുന്നതിന് വേണ്ടി ആശാവർമാർക്ക് പിന്തുണയായിട്ട് വന്നതാണ്. അതെ അതെ അതെ, ചേച്ചി അംഗനവാടിയാണ്. അംഗൻവാടിയാണ്.